മക്കളെ, ഇതാ നമ്മുടെ റിസൾട്ട് ഒക്കെ വന്നു. അങ്ങനെ കാത്തിരുന്ന് ഈ ഒരു ദിവസം നമ്മൾ നല്ലോണം എൻജോയ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഫുൾ A+ കിട്ടിയ കുട്ടികളുണ്ടാകും, ഒരു A+ഉം 2A ഒക്കെ ആയിപ്പോയത് പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ അതൊന്നും അല്ല നമ്മളുടെ വിജയം എന്ന് പറയുന്നത്. നമ്മൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് എഫേർട്ട് ഇട്ടതിൻ്റെ റിസൾട്ട് നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ മക്കൾക്കും വളരെ സന്തോഷത്തോടെ നിങ്ങളുടെ എല്ലാ റിസൾട്ടിനും നല്ലൊരു കൺഗ്രാജുലേഷൻസ് ആദ്യം തന്നെ പറയട്ടെ. ആൻഡ് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് പറയാനാണ് മിസ് വന്നിട്ടുള്ളത്. നമ്മുടെ SSLC ഈ വന്നിട്ടുള്ള റിസൾട്ടിൻ്റെ റീവാലുവേഷൻ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ആൻഡ് ഡീറ്റെയിൽസ് നമ്മുടെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എങ്ങനെയാണ് റീവാലുവേഷൻ ചെയ്യേണ്ടത്? കുറേ കുട്ടികൾ മിസ്സിന് പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു A+ കുറഞ്ഞവരുണ്ടാകും, ഒരു A കുറഞ്ഞു പോയവരുണ്ടാകും. നല്ല എളുപ്പമുള്ള സബ്ജക്റ്റ് വരെ A+ പോയിട്ട് Aയും B ഒക്കെ ആയി പോയത് കുറേ സങ്കടം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡീറ്റെയിൽസുമായിട്ട് മിസ് വന്നിട്ടുള്ളത്. ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണണം. ഇനി നിങ്ങളുടെ ഫ്രണ്ട്സിന് റീവാലുവേഷൻ അപ്ലൈ ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാ മക്കളും മാക്സിമം ഇത് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക. എങ്ങനെയാണ് റീവാലുവേഷൻ അപ്ലൈ ചെയ്യേണ്ടത്? റീവാലുവേഷൻ അപ്ലൈ ചെയ്യാനുള്ള ഒരു ലിങ്ക് നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ കൊടുക്കുന്നു. നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തും കൂടെ തരാം നിങ്ങൾക്ക്. അപ്പോൾ ഈ ഒരു ലിങ്ക് വഴിയാണ് എന്ത് ചെയ്യേണ്ടത്? റീവാലുവേഷന് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു അപ്ലൈ ചെയ്യേണ്ടത് 12-ാം തീയതി മുതൽ 17-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത്. അതായത് വരുന്ന തിങ്കളാഴ്ച മുതലാണ് നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് ഓപ്പൺ ആയിട്ട് കിട്ടുക. അപ്പോൾ എന്ത് ചെയ്യാം? ആ ലിങ്കിലൂടെ പോയി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി 3 തരത്തിലാണ് നമ്മൾ പറയുന്നത്. ഒന്ന്, നമുക്ക് റീവാലുവേഷൻ അപ്ലൈ ചെയ്യാം. നമ്മുടെ മാർക്ക് അല്ലെങ്കിൽ ഗ്രേഡ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഒന്നും കൂടെ വാല്യൂ ചെയ്ത് മാർക്കും സ്കോറും ഒന്നും കൂടെ റീചെക്ക് ചെയ്യാനുള്ള അവസരമാണ്. 2 എന്ന് പറയുന്നത്, നമ്മൾ എഴുതിയ ഒരു പേപ്പർ നമ്മൾ എഴുതി, ബയോളജിയാണ് നിങ്ങൾ നോക്കേണ്ടതെങ്കിൽ ആ ബയോളജീൻ്റെ നിങ്ങളുടെ ആൻസർ ഷീറ്റിൻ്റെ ഫോട്ടോ കോപ്പി നിങ്ങൾക്ക് മേടിക്കാനും പറ്റും. അതാണ് 2ാമത്തെ ചാൻസ് എന്ന് പറയുന്നത്. ഫോട്ടോ കോപ്പി മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് റീചെക്ക് ചെയ്യുന്നുണ്ട്, പിന്നീട് അത് റീവാലുവേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം 3ാമത്തെ നമ്മൾ പറഞ്ഞത് സ്ക്രൂട്ടനിയാണ്. ഒന്നുകൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പേപ്പറിൽ സൂക്ഷ്മ പരിശോധന ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് അവരൊന്നും കൂടെ നിങ്ങളുടെ മാർക്കും കാര്യങ്ങളും ഒന്നും കൂടെ റീചെക്ക് ചെയ്ത് അത് ആഡ് ചെയ്യണോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കുറഞ്ഞു പോയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് 3നും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കാണ് മിസ് പറഞ്ഞത്. കമൻറ്റ് ബോക്സിൽ പ്രത്യേകം നിങ്ങൾ എന്ത് ചെയ്യുക, പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ആൻഡ് എങ്ങനെയാണ് ഇതിൻ്റെ ഫീ ഡീറ്റെയിൽസ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളിപ്പം റീവാലുവേഷൻ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഒരു പേപ്പർ റീവാലുവേഷൻ ചെയ്യണമെങ്കിൽ അതിന് 400 രൂപയാണ് പറയുന്നത്. ഓക്കെ, ഇപ്പം ബയോളജീൻ്റെ പേപ്പർ ആണെങ്കിൽ അതിന് 400 രൂപ, ഫിസിക്സ് അടുത്ത സബ്ജക്റ്റ് ആണെങ്കിൽ അതിന് 400 രൂപ. ഓരോ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഓരോ പേപ്പറിനാണ് 400 റുപ്പീസ് എന്ന് പറയുന്നത്. 2ാമത്തേത് സ്ക്രൂട്ടനിക്കാണ് എങ്കിൽ സ്ക്രൂട്ടനിക്ക് ഒരു പേപ്പറിന് 50 രൂപയാണ്. ജസ്റ്റ് അത് ആഡും ചെയ്ത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ക്രൂട്ടനി നമ്മൾ കൊടുക്കുന്നത്. 3ാമത്തേതെന്ന് പറഞ്ഞാൽ ഫോട്ടോ കോപ്പി. ഒരു ആൻസർ ഷീറ്റ് നിങ്ങൾ ചെയ്തതിൻ്റെ ഫോട്ടോ കോപ്പി നിങ്ങൾക്ക് വേണമെങ്കിൽ അതാണ് 200 എന്ന് പറയുന്നത്. പെർ പേപ്പർ 200 റുപ്പീസ് ആണ്. ഇതാണ് അതിൻ്റെ ഫീ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിൽ മറ്റൊരു കാര്യം, നിങ്ങൾ റീവാലുവേഷൻ കൊടുത്തു, ഇപ്പോൾ ഒരു പേപ്പർ A+ പോയതാണ് നോക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ 2 പേപ്പറാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ റീവാലുവേഷൻ ചെയ്തിട്ട് ഗ്രേഡിന് മാറ്റമുണ്ട്, A എന്ന് പറഞ്ഞത് A+ ആയി അല്ലെങ്കിൽ B എന്ന് പറയുന്നത് A+ ആയി, ഇങ്ങനെ ചേഞ്ച് വന്നിട്ടുണ്ട് എങ്കിൽ ഈ റീവാലുവേഷൻ്റെ പൈസ നിങ്ങൾക്ക് തിരിച്ച് ക്രെഡിറ്റ് ആവുന്നതുമായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ടും നോട്ട് ചെയ്യേണ്ടതാണ്. ഇനി ഞാൻ പറഞ്ഞു 12 മുതൽ 17-ാം തീയതി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാമോ, ഈ ഒരു ഓൺലൈൻ ലിങ്ക് വെബ്സൈറ്റ് വഴി പോയി റീവാലുവേഷൻ അപ്ലൈ ചെയ്യാം. അത് അപ്ലൈ ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞ ശേഷം അതിൻ്റെ ആ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എടുക്കണം. ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ SSLC എക്സാം എഴുതിയ സ്കൂളിൽ HMൻ്റെ അടുത്തേക്കാണ് നിങ്ങൾ പോകേണ്ടത്. അപ്പം നിങ്ങൾ അപ്ലൈ ചെയ്ത ഫോമും എന്താണ് അതിൻ്റെ പൈസ അതും കൂടെ HMന് വേണം കൊണ്ട് കൊടുക്കാൻ. മെയ് 17-ാം തീയതി വൈകിട്ട് 4 മണിക്ക് മുന്നേ വേണം ഇത് കൊടുക്കാൻ. അങ്ങനെ HMൻ്റെ അടുത്ത് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞു. ബാക്കിയുള്ളത് സ്കൂളിലെ അതായത് HMമാരാണ് അത് ബാക്കി അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ക്ലിയർ ആയല്ലോ? യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ലിങ്ക് മിസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓരോ പേപ്പറിന് അനുസരിച്ചുള്ള പൈസ, നിങ്ങൾ റീവാലുവേഷൻ ആണോ ഫോട്ടോ കോപ്പി ആണോ സ്ക്രൂട്ടനിക്കാണെങ്കിൽ അതിൻ്റെതായ പൈസ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫോട്ടോ കോപ്പി എടുത്തു കഴിഞ്ഞല്ലോ, ഫോട്ടോ കോപ്പി എടുത്ത് കഴിഞ്ഞിട്ട് പിന്നീട് നിങ്ങൾക്ക് റീവാലുവേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അതൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഫോട്ടോ കോപ്പിക്ക് നിങ്ങൾ മേടിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നീട് റീവാലുവേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ലിങ്ക് ഓപ്പൺ ആവില്ല. 12-ാം തീയതി തൊട്ടാണ് റീവാലുവേഷൻ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ്. അപ്പം അന്ന് മുതൽ റീവാലുവേഷൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരെ കൊടുക്കുക. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിച്ചാൽ മതി. കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. അതിൻ്റെ ഒരു വീഡിയോയും കൂടെ മിസ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചെയ്തു തരുന്നതായിരിക്കും. സോ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ ആപ്ലിക്കേഷനൊക്കെ നടത്തുക. സ്കൂളിൽ HMൻ്റെ അടുത്ത് കൊണ്ട് കൊടുക്കുക. ആൻഡ് ബാക്കി നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ റിസൾട്ടും വരുന്നതായിരിക്കും. സോ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്.